ഏതൊരു ഇന്ത്യക്കാരനും വേദനയോടെ എന്നാൽ ഉറപ്പായും വായിച്ചിരിക്കേണ്ട വാർത്ത ഫ്രണ്ട് ലൈൻ മാഗസീൻ ദി ഹിന്ദുവിന്റെ വാർത്തയാണ്. 2024 മാത്രം 7400 വീടുകളാണ് പൊളിച്ചിട്ടുള്ളത്. ഇതിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങളുടെ വീടാണ്. ഇന്ത്യയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. വളരെ മനോഹരമായി തന്നെ ഫ്രണ്ട് ലൈൻ അത് ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് പൊളിക്കുന്നവർക്ക് പ്രാന്താണ്. അതായത് ഈ പൊളിക്കുന്നതിന്റെ ലോജിക്ക് മനസ്സിലാക്കണം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മുസ്ലിം സമൂഹത്തിനും ഹിന്ദു സമൂഹത്തിനും വേണ്ടിയാണ്. ഇത് നിങ്ങളുടെ മുസ്ലിങ്ങൾ കൂടുതലായി നമ്മുടെ ഈ തീവ്ര വലതുപക്ഷക്കാർക്കും BJP-കാർക്കും RSS-കാർക്കും ഒക്കെ അയച്ചു കൊടുക്കണം. യഥാർത്ഥത്തിൽ ഈ മുസ്ലിം വീടുകൾ പൊളിക്കുന്നതുകൊണ്ട് നമ്മൾ ഹിന്ദുക്കൾക്ക് ഒരു ഗുണവും ഇല്ല. ഇത് നമ്മളെയും പറ്റിക്കുകയാണ്, അവരെയും ദ്രോഹിക്കുകയാണ്. അതായത് വളരെ പണ്ഡിതോചിതമായ സ്കോളർലി ആയ അനുജ് ബെഹലിന്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടാണ്. കഴിഞ്ഞ തവണ 1 ലക്ഷത്തിലധികം വീടുകൾ ഇത്ര വർഷങ്ങളിലായി പൊളിച്ചതിന്റെ കണക്കുകളൊക്കെ വെച്ച് ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇപ്പൊ അല്ല, കഴിഞ്ഞ വർഷം, അതിന് മുമ്പത്തെ പല സംസ്ഥാനങ്ങളിലെ കണക്കുകളും ഇത്ര വർഷങ്ങൾക്കുള്ളിൽ ഇത്രയും പൊളിച്ചതിന്റെ കണക്കുകൾ. ഇത് 2024 മാത്രം 7400 വീടുകൾ ആണ് പൊളിച്ചിട്ടുള്ളത്. പുതിയതായിട്ട് കിട്ടിയ ശംഭൽ അമ്പലത്തിന്റെ കാര്യങ്ങൾ വെച്ചാണ് ചില പൊളിക്കലുകൾ ഉണ്ടായിട്ടുള്ളത്. ഇതുകൊണ്ടൊന്നും ഒരു ഗുണവുമില്ല. ഇത് കാണുന്ന മുസ്ലിങ്ങളോട് രണ്ടാമത് സംസാരിക്കാൻ, കാണുന്ന ഹിന്ദുക്കളോട് ആദ്യം പറയാനുള്ളത്, നമ്മൾ ഓർക്കണം, നമ്മളെ പറ്റിക്കുകയാണ്. അതായത് നമ്മളെ പറഞ്ഞു പറ്റിക്കുകയാണ്. അപ്പുറത്ത് മുസ്ലിങ്ങൾ ലാൻഡ് മാഫിയയും ലാൻഡ് ജിഹാദും ചേർന്ന് നമ്മുടെ സ്ഥലങ്ങൾ തട്ടിയെടുക്കുകയാണ്. ഞാൻ വിചാരിച്ചാലേ ഇത് തടയാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞ് പാവപ്പെട്ട മുസ്ലിങ്ങളുടെ മേൽ കുതിര കയറുകയാണ്. ഇതുകൊണ്ട് നമുക്ക് എന്താ ഗുണം? ഏതെങ്കിലും ഹിന്ദുവിന് വീട് വെച്ചു കൊടുത്താൽ ഗുണമാണ്. ഒരു മുസ്ലിമിന്റെ വീട് പൊളിച്ചാൽ നമുക്ക് എന്ത് ഗുണവും ഉണ്ടാകാൻ പോകുന്നത്? ഇത് ലാൻഡ് ഗ്രാബിംഗ് മാത്രമാണ്. 7400 വീടുകളാണ് പൊളിച്ചിട്ടുള്ളത്. ചിലപ്പം അതിൽ 99 അല്ലെങ്കിൽ കണക്ക് 99 കൊടുത്തില്ല, ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങളുടെയാണ്. ബാലൻസ് ചെയ്യാൻ ഏതെങ്കിലും 1-2 ഹിന്ദു നാമധാരികളുടെയും രാഷ്ട്രീയത്തിൽ എതിര് നിൽക്കുന്നവരെയും പിന്നോക്ക വിഭാഗക്കാരൻ്റെ ഒക്കെ വീട് പൊളിക്കും. എന്നിട്ട് മീഡിയക്കാർ ചോദിക്കുകയാണെങ്കിൽ, കണ്ടോ എല്ലാവരുടെയും വീട് പൊളിച്ചു, വികസനത്തിന് വേണ്ടി വീട് പൊളിക്കുകയാണെന്ന് പറയും. ആരെ പറ്റിക്കാനാണ് ഇത് ചെയ്യുന്നത്? ഇതാണ് നമുക്ക് ഇനി അത് ഹിന്ദുക്കൾ മനസ്സിലാക്കേണ്ടത്. എന്താ ഇതിന്റെ അജണ്ട എന്ന് പറഞ്ഞാൽ, നമ്മൾ ഹിന്ദുക്കൾ ഒരുപാട് ജാതികളായി വിഘടിച്ച് കിടക്കുകയാണ്. കേരളത്തിലാണെങ്കിൽ നായരായി, ഈഴവനായി, പുലയനായി, പറയനായി, ധീവരനായി, ബ്രാഹ്മണനായി, വെള്ളാളനായി, ക്ഷത്രിയനായി, അമ്പലവാസിയായി, ആദിവാസിയായി, ഇങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങളായി നമ്മൾ വിഘടിച്ച് കിടക്കുകയാണ്. ഇവരെ എല്ലാം ഒരു ചരടിൽ ചേർക്കാനായിട്ട്, ഒരു ചരടിൽ കോർത്തിണക്കാൻ മറുഭാഗത്ത് മുസ്ലിം എന്നൊരു ശത്രുവുണ്ട്. അവൻ നമ്മുടെ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോവാണ്, അതാണ് ലവ് ജിഹാദ്. അവൻ നമ്മുടെ സ്ഥലം തട്ടിക്കൊണ്ടുപോവാണ്, അതാണ് ലാൻഡ് ജിഹാദ്. അവൻ തുപ്പിയിട്ടാണ് ആഹാരം തരുന്നത്, അവന്റെ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കരുത്, അവൻ അന്താരാഷ്ട്ര ഹലാൽ ജിഹാദ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ കള്ളം പറഞ്ഞ് നമ്മളെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. 1 കോടിയിൽ ഒരു സംഭവമില്ല, ഒരുപക്ഷെ അങ്ങനെ ഉണ്ടായി കാണും, ഇല്ലെന്ന് പറയണില്ല. ഇപ്പം കേരള സ്റ്റോറിയിൽ എടുത്താൽ 3 പേര് നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങനെ പോയി. പക്ഷെ 32,000 എന്ന് കള്ളം പറയുകയാണ്, 10,000 ഇരട്ടിയൊക്കെ ആക്കി കള്ളം പറയുകയാണ്. മിനിമം മര്യാദ എന്ന് പറഞ്ഞാൽ 1 ഇരട്ടി 2 ഇരട്ടി പോട്ട് 10 ഇരട്ടി പറഞ്ഞാലും കുഴപ്പമില്ല. അതേപോലെ ഒരു ആവശ്യവും ഇല്ലാതെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഈ മുസ്ലിങ്ങൾ, അതായത് അവരുടെ ജനസംഖ്യാനുപാതത്തിന്റെ ഇരട്ടിയൊക്കെയാണ് അവരുടെ വീടുകൾ പലപ്പോഴും പൊളിക്കപ്പെടുന്നത്. ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ബുൾഡോസർ കൊണ്ടുവരും, പാട്ടും ഡാൻസ് വിടും, ബുൾഡോസർ വെച്ച് ഇടിച്ചു പൊളിക്കും. മറുഭാഗത്ത് മുസ്ലിങ്ങൾ ഉണ്ടാവും. മുസ്ലിങ്ങളിൽ ഏതെങ്കിലും ഒരുത്തൻ അവൻ വികാരം കയറി എന്തെങ്കിലും തിരിച്ചു വിളിച്ചു പറയും. അത് പറയുമ്പോൾ, കണ്ടോ നീയൊക്കെ രാജ്യദ്രോഹികളാടാന്ന് പറയും. ആരെ പറ്റിക്കാനാണ് ഈ നാടകം? ബോറടിക്കുന്നില്ലേ? ഇത് വീണ്ടും ചെയ്യുമ്പോൾ നമുക്കൊരു ബോറടി ഉണ്ടാകുന്നില്ലേ? എനിക്കതാണ് മനസ്സിലാവാത്തത്. അപ്പൊ ഇതുകൊണ്ട് യാതൊരു കാര്യവുമില്ല യഥാർത്ഥത്തിൽ. ഇനി കൃത്യമായ കണക്കുകളിലേക്ക് വന്നാൽ, ഇയർ ലോങ് ഡോക്യുമെന്റേഷൻ ബൈ ഫ്രണ്ട് ലൈൻ 2024 48 ഹൗസിംഗ് റൈറ്റ് വയലേഷൻസ് 16 സംസ്ഥാനങ്ങളിൽ 48 കേസുകളാണ്. 48 കേസുകൾ എടുത്തു. ഈ കേസുകളിൽ നിന്ന് 7407 വീട് പൊളിച്ചു. അതിൽ 41,085 ആൾക്കാര് വീടില്ലാതായി. 30% ഉത്തർപ്രദേശിൽ തന്നെയാണ്. ബഹുഭൂരിപക്ഷവും ഇത് മുസ്ലിം സമൂഹത്തെ ടാർഗറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ മുസ്ലിം സമൂഹത്തെ ടാർഗറ്റ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, അങ്ങനെ മറുഭാഗത്ത് മുസ്ലിങ്ങൾ നിൽക്കുമ്പോൾ ഇപ്പുറത്ത് ആൾക്കാർക്ക് കൈയടിക്കാനും ആവേശവും തോന്നി. എന്തിനു വേണ്ടിയിട്ടാണിത്? ഇനിയും കഴിഞ്ഞ തവണ ഇതേ റിപ്പോർട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ എല്ലാ സംസ്ഥാനങ്ങളുടെയും കണക്കെടുത്ത് ഇന്ത്യയിൽ 1,50,000-ഓളം വീടുകൾ അങ്ങനെ പൊളിക്കുകയും 7,38,000 ആൾക്കാർ ഹോംലെസ് ആകുകയും ചെയ്തു തുടങ്ങിയ കാര്യങ്ങളാണ്. ഈ ബുൾഡോസർ ജസ്റ്റിസ് ഒരു ജസ്റ്റിസ് ഇല്ല എന്നുള്ളതാണ് പലപ്പോഴും സത്യം. 2, അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു കമ്മ്യൂണൽ വയലൻസോ ഹേറ്റ് സ്പീച്ചോ ഉണ്ടായാൽ അയാളുടെ വീട്ടുകാരെ മുഴുവൻ പണിഷ് ചെയ്യുന്നതിന് എന്താ അർത്ഥമുള്ളത്? ഇതിലൊന്നും ഒരു കാര്യമില്ല. അപ്പൊ ഇത് യഥാർത്ഥത്തില് ഇത് കേൾക്കുന്ന നമ്മുടെ വലതുപക്ഷക്കാരും ഹിന്ദുത്വവാദികളും ഒക്കെ മനസ്സിലാക്കേണ്ടത്, ഇതുകൊണ്ട് നമുക്കൊരു ഗുണവുമില്ല. അതായത് മറുഭാഗത്ത് മുസ്ലിങ്ങൾ ഉണ്ടെന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി നമ്മളെ ആവേശം കൊള്ളിക്കാൻ വേണ്ടി ചെയ്യുന്നതെന്നല്ലാതെ നമുക്ക് എന്ത് ഗുണമാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്നുണ്ടാകുന്നത്?
പകരം ഹിന്ദുക്കളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ, നമ്മുടെ ആത്മീയ ശൂന്യത, ആത്മീയമായ പഠനമില്ലായ്മ, നമ്മുടെ കുടുംബ തകർച്ച, നമ്മുടെ ജനസംഖ്യാ തകർച്ച, നമ്മുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന ആൽക്കഹോളിസം, നമ്മുടെ ഡ്രഗ് അബ്യൂസ്, നമ്മുടെ സോഷ്യൽ ഇൻഡെക്സസിന്റെ തകർച്ച, നമ്മളുടെ ഇടയിൽ മാത്രം വർദ്ധിച്ചു വരുന്ന ഈ വൃദ്ധസദനങ്ങൾ, പ്രായമായവരുടെ ശ്രദ്ധയും സ്നേഹവും ഇല്ലായ്മ, നമ്മുടെ ഇടയിൽ സമ്പത്തില്ലായ്മ, ഐക്യമില്ലായ്മ, ഇതൊക്കെയാണ് നമ്മളൊരു പോസിറ്റീവ് അജണ്ടയായിട്ട് എടുക്കേണ്ടത്. ഇത് ചെയ്യുന്നതിന് ഒരു നന്മയുമില്ല. ദൈവവും കാലവും കണക്ക് ചോദിക്കാതെ തിരിച്ചൊരിക്കലും പോവില്ല. ഈ ചെയ്യുന്ന ആൾക്കാർക്ക് അതിന്റെ കർമ്മ ഈസ് എ ബിച്ച് എന്ന് പറയാറുണ്ട്. അതിന് തിരിച്ച് കിട്ടുകയും ചെയ്യും. ഇതിന് ഇറ്റ്സ് എ പോയിന്റ്ലെസ് എക്സസൈസ്. അതായത് ചുമ്മാ സീരിയസ് ആയ ഡെവലപ്മെന്റും സീരിയസ് ആയ പണിയും സീരിയസ് ആയ എഫേർട്ട് എടുത്ത് ഹിന്ദുക്കളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം അതിന് ഈ കപട മതേതരവാദികൾക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. കപട മതേതരവാദികൾ ഹിന്ദു എന്നൊരു സ്വത്വം അംഗീകരിക്കില്ല. കപട ദേശീയവാദികൾ അപ്പുറത്ത് മുസ്ലിങ്ങളെ വിരോധമാക്കി അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ശത്രുവാക്കി മാത്രമേ ചെയ്യൂ. ഇതിനപ്പുറം ഒരു ഇന്ത്യ നമുക്ക് വേണം. ഒരാളുടെ വീടും പൊളിക്കാത്ത, എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന, മുമ്പോട്ട് പോകുന്ന ഒരു ഇന്ത്യ. ആ ഇന്ത്യക്കായി ശ്രമിക്കാം. യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് രാജ്യത്തോട് ചെയ്യുന്ന, നമ്മുടെ ജനതയോട് ചെയ്യുന്ന ദ്രോഹമാണ്. അത്തരം ആൾക്കാരെ അതിൽ നമുക്ക് പറഞ്ഞാൽ പിന്മാറുന്നൊന്നുമില്ല. ഒരു വേറെ സംസ്ഥാനത്തിരിക്കുന്നവരാണ്. പക്ഷേ ദൈവം ഇടപെട്ട്, കാലവും കോടതിയും ഇടപെട്ട് അത് പിന്മാറാനാവട്ടെ. ഇത് കാണിക്കുന്ന അനീതിയാന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അത് ദി ഹിന്ദു എന്ന പേരിലുള്ള ഇടതുപക്ഷ പത്രമാണ്. പക്ഷേ അല്ലെങ്കിൽ ലെഫ്റ്റ് ലീനിങ് ഒരു പേപ്പറാണ് ദി ഹിന്ദു എന്ന് പറയുന്നത്. പക്ഷേ ഏറ്റവും ഇന്ത്യയിൽ ആദരിക്കപ്പെടുന്ന ഒരു പത്രം തന്നെയാണ് ദി ഹിന്ദു എന്നൊരു പത്രം. അത് കവർ ചെയ്യുമ്പോഴും അത് പുറത്തു കൊണ്ടുവരുമ്പോഴുമാണ് അത് ഇന്ത്യയുടെ നന്മയാകുന്നത്. നമ്മുടെ നാട്ടിൽ ഹിന്ദു മുസ്ലിം ഐക്യം ഉണ്ടാകട്ടെ. ഇതുപോലുള്ള തെറ്റായ പ്രവണതകൾ ഇല്ലാതാകട്ടെ. ജയ് ഹിന്ദ്.